വി എസ് രഞ്ജിത്ത്, ഈ റിപ്പോർട്ടിന്റെ സമഗ്ര രൂപം നമ്മൾ വിവിധ മൊഴികളായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പി ദിവ്യ നടത്തിയ പ്രസംഗത്തിൽ ഒരു തെളിവുമില്ലാതെയാണ് അത്തരം ഒരു പ്രസംഗം നടത്തിയത് എന്നാണ്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണെന്നുള്ളത് മനസ്സിലാകുന്നു അല്ലേ? തീർച്ചയായിട്ടും ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പി ദിവ്യക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഒരു ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നു. അതിലൊരു പ്രത്യേക ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ആ ഇന്റൻഷനിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നവീൻ ബാബുവിനെ അപമാനിക്കുക എന്നുള്ളതായിരുന്നു. ആ അപമാനിക്കുക എന്ന ഇന്റൻഷൻ കൃത്യമായി അവിടെ പ്ലാൻ ചെയ്യപ്പെട്ട് നടപ്പാക്കി എന്നതിൻ്റെ തെളിവുകൾ നിരത്തിയാണ് ഈ റിപ്പോർട്ട് ഗീത അവസാനിപ്പിക്കുന്നത്. അതായത് ആ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ടല്ല ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ വന്നിട്ടുള്ളത്. പക്ഷേ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കലക്ട്രേറ്റിൽ രാവിലെ നടന്നൊരു പരിപാടിയിൽ വെച്ച് ഇത്തരത്തിലൊരു യോഗം നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ യോഗത്തിലേക്ക് ക്ഷണിക്കാതെ അവർ കയറി വരുന്നു. അങ്ങനെ കയറി വരണം എന്ന് അവർ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. കാരണം ഈ പരിപാടിയുടെ കൃത്യസമയം അവർ നോക്കി വെക്കുന്നുണ്ട്. അവർ എൻട്രി ചെയ്യേണ്ട ഒരു സമയം അവർ കൃത്യമായി നോക്കി വെക്കുന്നതായിട്ട് ഈ ഗീതയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവർ വരികയും അവർ സംസാരിക്കണം എന്ന് ഉദ്ദേശിച്ച കാര്യം ഈ മൊമെന്റോ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ്, ഈ നവീൻ ബാബുവിന് മൊമെന്റോ കൊടുത്ത് ആ ചടങ്ങ് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ച പി ദിവ്യ പിന്നീട് സംസാരിക്കാൻ മൈക്കെടുക്കുന്നു. അവർ തുടങ്ങുന്നത് തന്നെ ഈ വഴിക്ക് പോകുമ്പോൾ കയറിയതാണ് എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ എന്നെ ആരും ക്ഷണിച്ചു വന്നതല്ല, ഇങ്ങനൊരു പരിപാടി നടക്കുന്നത് ഈ വഴിക്ക് പോകുമ്പോൾ ഞാൻ അറിഞ്ഞു, ഞാൻ കയറി വന്നു എന്ന് പറഞ്ഞ് നവീൻ ബാബുവിൻ്റെ ഒരു പമ്പുമായി ബന്ധപ്പെട്ട ഇടപാടിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നു. അതിനുശേഷം അവർ പോകുന്നു. അതിനുശേഷം അവർ ജില്ലാ കലക്ടറെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നു. പക്ഷേ ജില്ലാ കലക്ടർ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ പരാതിയിൽ പി ദിവ്യ ഒരു തരത്തിലുമുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. പി ദിവ്യയുടെ കയ്യിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനോ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട അനുമതി വൈകിപ്പിച്ചതിനോ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ട് കാര്യം വ്യക്തമാണ്. ആ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് പി ദിവ്യ എത്തിയത് സ്വന്തം ആഗ്രഹപ്രകാരമാണ്, ആരും ക്ഷണിച്ചിട്ടല്ല. അവിടെ വന്നപ്പോൾ ഭംഗ്യന്തരേണ സൂചിപ്പിച്ച കാര്യങ്ങളല്ല അത്. അവിടെ വന്നപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി അവർ മനഃപൂർവ്വം ആ ചടങ്ങിലേക്ക് കയറി വരികയായിരുന്നു. രണ്ട്, അവർ ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളായിരുന്നു. ആ ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു തെളിവുമില്ലാത്ത ഒരു ആരോപണങ്ങൾ ഇത്ര ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വനിത അവിടെ വന്ന് പറയാൻ പാടില്ലാത്തതായിരുന്നു എന്ന അർത്ഥത്തിലാണ് റിപ്പോർട്ടുള്ളത്. അതോടൊപ്പം ഈ സംഭവത്തിൽ ഒരു കൃത്യമായ പോലീസ് അന്വേഷണം വേണം എന്നും കൃത്യമായി അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ റിപ്പോർട്ട് സമ്പൂർണ്ണമായി സമഗ്രമായി അതിൻ്റെ കൺക്ലൂഷൻ പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യം വ്യക്തമാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ പി ദിവ്യയുടെ പ്രസംഗം കാരണമായിട്ടുണ്ട്. കാരണം പി ദിവ്യ അവിടെ സംസാരിച്ചത് ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങളാണ്. മാത്രവുമല്ല, ഒരു ചടങ്ങിൽ കയറി വരേണ്ടതില്ലായിരുന്നിട്ടും ഒരു പ്രത്യേക ഇന്റൻഷനോട് കൂടി ആ ചടങ്ങിലേക്ക് അവർ കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിൻ്റെ സമഗ്ര രൂപമാണ് റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടത്. അതിൻ്റെ മൊഴികൾ പലതും ADM നവീൻ ബാബുവിനെ പൂർണ്ണമായിട്ടും കൈക്കൂലിക്കാരനാണെന്ന് ചിത്രീകരിച്ച് പി ദിവ്യയ്ക്ക് കുരുക്കായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഭാഗം കൂടിയാകും ഈ റിപ്പോർട്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.